ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു മിൻറ്റ് ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. നമുക്ക് ഒരു സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ തന്നെ തന്തൂരി ചിക്കൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബജിയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായ പുതിന ഇല നന്നായി കഴുകി അതിൻ്റെ തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കണം. ഞാനിവിടെ 2 കപ്പ് പുതിന ഇലയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇവിടെ അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മല്ലിയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് സവാള ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നാരങ്ങ നീര്, ഉപ്പുപൊടി, പഞ്ചസാര. മിക്സിയുടെ ഒരു ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സവാളയിലെയും ഇലകളിലേക്ക് വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മിക്സി മൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ചട്നി കാണുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നിങ്ങളുടെ പുളിയുടെ പാകത്തിനുള്ള നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി നല്ല ഹെൽത്തിയുമായ മിൻറ്റ് ചട്നി റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ടും ഇഡ്ഡലി, ദോശ, ബജി, തന്തൂരി ചിക്കൻ ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.